ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഹിന്ദി രണ്ടാം ഭാഗത്തിലോട്ട് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ അടുത്ത ബാക്കി ഭാഗത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതുവരെ യൂട്യൂബിലിട്ട എല്ലാ ക്ലാസ്സും നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി പഠിച്ചു എന്ന് കരുതുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തന്നെ പഠിക്കുവാനും ഏറ്റവും മനോഹരമായി നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അത് നിങ്ങളുടെ പഠനം മാത്രമേ അതിനെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ അത് നമുക്കും പ്രയോജനപ്രദം ആണെന്ന് തോന്നുകയുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ കിട്ടുന്ന വീഡിയോ ഒക്കെ നന്നായിട്ട് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാം ഭാഗത്തിലേക്ക് ചർച്ച ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബീർ ബഹൂഡി എന്ന ഒരു ജീവിയെക്കുറിച്ച് ഫസ്റ്റിലേക്ക് പഠിച്ചു. അപ്പോൾ രണ്ട് കുട്ടികൾ, ബേല, സാഹിൽ എന്ന രണ്ട് കുട്ടികൾ ആ ബീർ ബഹൂഡികളെ കാണാൻ പോകുമ്പോഴുള്ള പ്രകൃതിദൃശ്യത്തെക്കുറിച്ചാണ് ആദ്യമായി ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് ഇങ്ങനെ തുടങ്ങുന്നു: ഉനെ ബീർ ബഹൂഡിയോം സെ മിൽന ഹോത്താ താ. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. ഉനെ എന്ന് പറഞ്ഞാൽ വേ കുറിക്കുന്നവർ കുറിച്ചെടുക്കാം. വേ പ്ലസ് കോ, ഉൻകോ അല്ലെങ്കിൽ ഉനെ. വേ എന്ന സർവനാമവും കോ എന്ന പ്രത്യയം ചേരുമ്പോൾ ഉൻകോ എന്ന് വരുന്നു. അതിന്റെ അർത്ഥം അവർക്ക്. വേ പ്ലസ് കോ, ഉൻകോ ചേരുമ്പോൾ ഉൻകോ, അർത്ഥം അവർക്ക്. അവർക്കെന്ന് പറഞ്ഞാൽ ബേല കിൻകോ എന്നൊരു ചോദ്യം ചോദിക്കാം. കിൻകോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കിൻകോ എന്ന് പറഞ്ഞാൽ കോൻ പ്ലസ് കോ, കിൻകോ. അർത്ഥം ആർക്ക്. പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ബേല അവർ, സാഹിൽ കോ. ഉത്തരം: അവർക്ക് ബീർ ബഹൂഡിയോം സെ, ബീർ ബഹൂഡികളെ, സേ മിൽന ഹോത്താ താ. സേ മിൽന അർത്ഥം കാണുക, കണ്ടുമുട്ടുക എന്നർത്ഥം. അവർക്ക് ബീർ ബഹൂഡികളെ കാണണമായിരുന്നു. ഫസ്റ്റ് സെൻസിന്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ബേലയ്ക്കും സാഹിലിനും ബീർ ബഹൂഡികളെ കാണണമായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അടുത്ത സെൻസിൽ പറയുന്നു സോ, അതുകൊണ്ട് സ്കൂൾ കേലിയെ ഘർ സെ, സ്കൂളിലേക്ക്. ഘർ സെ, സേയുടെ അർത്ഥം, ഘറിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമായിരിക്കും. ഘറിന്റെ അർത്ഥം വീട്. സേയുടെ അർത്ഥം, സേ കുറെ അർത്ഥങ്ങളുണ്ട്. സേയുടെ അർത്ഥങ്ങൾ എഴുതിയെടുക്കാം. ആൽ, മുതൽ, കൊണ്ട്, നിന്ന്, ഓട്, കാൾ. പ്രധാനമായി സേക്ക് ഉപയോഗിക്കുന്ന അർത്ഥങ്ങളാണ് ഇതൊക്കെ. ആൽ, മുതൽ, കൊണ്ട്, നിന്ന്, ഓട്, കാൾ. ഘർ സെ, വീട്ടിൽ നിന്ന്. കുച്ച് സമയം പകല്, കുറച്ച് സമയം. പകല് എന്ന് പറഞ്ഞാൽ മുമ്പ്. അതിന്റെ വിപരീത പദം ബാദ് എന്നാണ്. ശേഷം, ബാദ്. കുച്ച് സമയം പകല് निकल आते थे, निकलना
പുറപ്പെടുക, ഇറങ്ങുക എന്നർത്ഥം. അപ്പോൾ സാഹിൽ അവർ ബേലാക്കോ, സാഹിലും ബേലയ്ക്കും ബീർ ബഗൂഡികളെ കാണാമായിരുന്നു. ബീർ ബഗൂഡിയും സേ മിൽന ഹോത്താത്ത. ഇസലിയെ അർത്ഥം അറിയാമെന്ന് തോന്നുന്നു. ഇസലിയുടെ അർത്ഥം അതുകൊണ്ട്. സോയ്ക്ക് വരെ ഇസലിയെ ഉപയോഗിക്കാം. ഇസലിയെ അർത്ഥം അതുകൊണ്ട്. അതുകൊണ്ട് ഖർസെ കുച്ച് സമയം പകലെ നികലാത്തേത്തെ, വീട്ടിൽ നിന്ന് കുറച്ച് സമയത്തിന് മുമ്പ് പുറപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം. സ്കൂൾ സെ കുച്ച് സമയം പകലെ കോൻ കോൻ ജാത്തേത്തെ, ആരൊക്കെ പോയിരുന്നു? ഉത്തരം സാഹിൽ അവർ ബേല. 2 സെന്റൻസിന്റെ ഉത്തരമായി. അടുത്തത് 3ാമത്തെ സെന്റൻസ് ഇങ്ങനെയാണ്. കസ്ബേ സെ സഡേ ഖേത്തോം, കസ്ബേ സെ സഡേ ഇൻ ഖേത്തോമയും ബീർബഗൂഡിയാം കോജ കർത്തേത്തെ. കസ്ബേ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം എന്നർത്ഥം. കസ്ബേ. ഇവിടെ ഗ്രാമം എന്ന് ഉദ്ദേശിക്കാം. കസ്ബയുടെ അർത്ഥം ചെറിയ പട്ടണം എന്നാണ്. കസ്ബേ സെ സഡേ, സഡേ എന്ന് പറഞ്ഞാൽ ചേർന്ന, ആ ചെറിയ പട്ടണത്തോട് ചേർന്ന. ഖേത്തോമൈ, ഇത് പ്രധാനപ്പെട്ട വേർഡാണ്. ഖേത്തോമൈ എന്ന് പറഞ്ഞാൽ വയലുകളിൽ. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ. ഖേത്തോമയും ബീർബഗൂഡിയോ കോജ കർത്തേത്തെ, ഈ ബീർബഗൂഡികളെ കോജ കർത്തേത്തെ, കോജ കർണ, കോജ കർത്തേത്തെ അർത്ഥം അന്വേഷിക്കാറുണ്ടായിരുന്നു, തിരയാറുണ്ടായിരുന്നു. 2 അർത്ഥം. അന്വേഷിക്കാറുണ്ടായിരുന്നു. തിരയാറുണ്ടായിരുന്നു. സാഹിലും ബേലയും ഖേത്തോമയും ബീർബഗൂഡിയോങ്കോ കോജ കർത്തേത്തെ, ബീർബഗൂഡികളെ അന്വേഷിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ തിരയാറുണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കാം, വയലുകളിലാണ്, വയലിന്റെ സൈഡുകളിലൊക്കെ ഈ ബീർബഗൂഡികൾ ധാരാളമായി കാണാമായിരിക്കാം. അതിനാൽ അവർ ബീർബഗൂഡികളെ അന്വേഷിക്കാറുണ്ടായിരുന്നു. അടുത്ത പറയുന്ന സെൻസ് ഇങ്ങനെയാണ്. ബീർബഗൂഡികളുടെ പ്രത്യേകതയാണ് വിശേഷതായി. ബീർബഗൂഡിയോങ്കി വിശേഷതായി അണ്ടർലൈൻ ചെയ്യാം. അതിന് നമ്പർ 1 സുർക്ക്. ബീർബഗൂഡികളുടെ 1ാമത്തെ പ്രത്യേകത സുർക്ക്. സുർക്ക് എന്ന് പറഞ്ഞാൽ ചുവന്ന നിറം. സുർക്ക്. സുർക്ക് ചുവന്ന നിറം, റെഡ് കളറാണ്. അടുത്ത പ്രത്യേകത മുലായം. മുലായം എന്ന് പറഞ്ഞാൽ മൃദുവായ, മൃദുവായ. അടുത്ത് പറയുന്നു ഗദ്ഗതി. മനോഹരമായ. ഇപ്പൊ 3 പോയിന്റുകൾ പറഞ്ഞു. നമ്പർ 1 സുർക്ക്. അടുത്ത് 2ാമത് പറഞ്ഞു മുലായം. 3ാമത് പറഞ്ഞു ഗദ്ഗതി. ഇപ്പൊ പഠിക്കാം. സുർക്ക്, മുലായം, ഗദ്ഗതി. ഒരിക്കൽ കൂടെ സുർക്ക്, മുലായം, ഗദ്ഗതി. ബീർബഗൂഡിയുടെ പ്രത്യേകതയാണ്
സുർക്ക് മുലായം ഗദ്ഗതി. പഠിച്ചുകൊണ്ട് വിശ്വസിക്കുന്നു. അടുത്ത സെൻസ് പറയുന്നു ധർത്തി പർ. ഒരു സെൻസിലും ഉണ്ടായാലും കൂടെ ധർത്തി. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി. ധർത്തി ഭൂമി. ധർത്തി പർ ചൽത്തി വൃത്തി. ചൽത്തി വൃത്തി എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന, നടന്നു തിരിയുന്ന. ചൽത്തി വൃത്തി. ചൽത്തി വൃത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദെ. ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തം. ഖൂൻ രക്തം. ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദെ. ബൂന്ദെ എന്ന് പറഞ്ഞാൽ തുള്ളികൾ, പ്രിയപ്പെട്ട അല്ലെങ്കിൽ മനോഹരമായ തുള്ളികൾ. ദീർഘകൂടികളുടെ വിശേഷം ചോദിച്ചാൽ അപ്പോൾ പറയാം. ആദ്യം പറഞ്ഞു സുർക്ക് മുലായം ഗദ്ഗതി. അടുത്ത് പറയുന്നു ധർത്തി പർ ചൽത്തി വൃത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദെ. 2 സെന്റൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെന്റൻസിലേക്ക് കടക്കുന്നു. ഉൻകെ ബസ്തെ. ഉൻകെ ആദ്യം പഠിച്ചു. ഉൻകെ അർത്ഥം വേ പ്ലസ് കോയാണ് ഉൻകെ. ഉൻകെ വേ എന്ന സർവനാമവും കോ എന്ന പ്രത്യയവും ചേരുമ്പോൾ കെ. വേ പ്ലസ് കെ. ഉൻകെ അവരുടെ. വേ പ്ലസ് കെ ഉൻകെ. ഉൻകെ ബസ്തെ. ബസ്തെ എന്ന് പറഞ്ഞാൽ ബാഗ്. അവരുടെ ബാഗ്. ബസ്തെ. ഉൻകെ ബസ്തെ അവരുടെ ബാഗ്. ഉൻകെ ബസ്തെ. ഉൻകി പീഡ് പർ അവരുടെ പീഡ്. പീഡ് എന്ന് പറഞ്ഞാൽ മുതുക്. മുതുക് പുറം എന്നർത്ഥം. അവരുടെ മുതുകിൽ, അവരുടെ ബാഗ് അവരുടെ മുതുകിൽ. ലതേ ഹോത്തേത്തെ. ലദിന ലാദിന അർത്ഥം ചുമക്കുക. അതിനാണ് ലദിന എന്നായി വന്നത്. ലാദിന ചുമക്കുക. അവരുടെ മുതുകിൽ ചുമന്നിരുന്നു. ലാദിന ചുമക്കുക. ഉൻകെ ബസ്തെ ഉൻകെ പീഡ് പർ ലതേ ഹോത്തേത്തെ. അടുത്ത് പറയുന്നു കന്തോംബർ. കന്ത എന്ന് പറഞ്ഞാൽ തോൾ. കന്ത തോൾ. തോളിൽ കന്തോംബർ. ടങ്കെ ഹോത്തേത്തെ. ടങ്കിന തൂങ്ങുക, തൂക്കുക എന്നർത്ഥം. ടങ്കിന. ടങ്കിന തൂക്കുക, തൂങ്ങുക എന്നർത്ഥം. ഉൻകെ ബസ്തെ ഉൻകെ പീഡ് പർ ലതേ ഹോത്തേത്തെ. അവർ കന്തോംബർ ടങ്കെ ഹോത്തേത്തെ. അവരുടെ ബാഗ്. അന്വേഷണം ദീർഘകൂടിയാണ്. അപ്പോൾ അവരുടെ മുതുകിൽ ബാഗ് തൂങ്ങിക്കിടന്നിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഉൻകെ ബസ്തെ അവരുടെ ബാഗ്. അവരുടെ ഉൻകെ പീഡ് പർ ലതേ ഹോത്തേത്തെ അവരുടെ മുതുകിൽ തൂക്കിയിട്ടിരുന്നു. അവർ ടങ്കെ കന്തോംബർ ടങ്കെ ഹോത്തേത്തെ തോളിൽ തൂങ്ങിക്കിടന്നിരുന്നു. അടുത്ത സെൻസ് ഇങ്ങനെ പറയുന്നു. വേ ഏക്ക് ദൂസരേക്ക് ബഹുത്ത് നസ്തീക് രേക്ക്. നസ്തീക് എന്ന് പറഞ്ഞാൽ അടുത്ത്. നസ്തീക്. ഏക്ക് ദൂസരേക്ക് എന്ന് ഒരുമിച്ച് വന്നാൽ അർത്ഥം പരസ്പരം. ഏക്ക് ദൂസരേക്ക് അർത്ഥം പരസ്പരം. ഏക്ക് ദൂസരേക്ക് ബഹുത്ത് നസ്തീക്. ബഹുത്ത് പഠിച്ചു
ആദ്യ സെൻസിൽ പഠിച്ചിട്ടുണ്ട് ബഹുത്ത് വളരെ. നസ്തി അർത്ഥം അടുത്ത്, വളരെ അടുത്ത്. ബക്കി കഹിനാ ചാഹിയെ, അതിങ്ങനെ പറയാം. ഈ വളരെ അടുത്ത് എന്നുള്ളത് ഇങ്ങനെ പറയാം. ബിൽക്കുൽ സടുക്കർ, തികച്ചും. സഡിന, സഡിന ചേരുക എന്നർത്ഥം പഠിച്ചിട്ടുണ്ട്. സഡിന തികച്ചും ചേർന്ന്. ബീർബകൂടിയ കോജിതേ, കോജിന എന്ന വാക്കും പഠിച്ചു. കോജിനാർത്ഥം അന്വേഷിക്കുക, തിരയുക. അപ്പോ വളരെ ചേർന്നിരുന്ന് അവരുടെ ഐക്യതയാണ് കാണിക്കുന്നത്, സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഇതിൽ കൂടെ അവർ വളരെ ചേർന്നിരുന്ന് ബീർബകൂടികളെ അന്വേഷിക്കാറുണ്ടായിരുന്നു. ഈ സെൻസ് ഒരിക്കൽ കൂടെ, വേ ഏക ദൂസരേക്ക് ബഹുത്ത് നസ്തീക് അല്ലെങ്കിൽ പാസ് രഹിക്ക് ബീർബകൂടിയോ കോജാ കർത്തേച്ചെ, ബീർബകൂടികളെ അന്വേഷിക്കാറുണ്ടായിരുന്നു. അടുത്ത സെൻസ് പറയുന്നു ഉനേം ദേക്കിനെ കേലിയെ. അടുത്ത് ഉനേം എന്ന വേർഡ് പഠിക്കാം. ഉനേം എന്ന് വരുന്നത് വേ പ്ലസ് കോ, ഉൻകോ അല്ലെങ്കിൽ ഉനെ. ആദ്യം പഠിച്ചു വേ പ്ലസ് കോ, അവർക്ക് എന്നുള്ള അർത്ഥമാണ്. ഉനേം ദേക്കിനെ കേലിയെ, ദേക്കിന കാണുക എന്നർത്ഥം. ദേക്കിനെ കേലിയെ, കേലിയെ അർത്ഥം വേണ്ടി, കേലിയെ വേണ്ടി. ഉനേം ദേക്കിനെ കേലിയെ, അവയെ കാണുവാൻ വേണ്ടി, അവയെ കാണുവാൻ വേണ്ടി. ഉനേം ഇവിടുത്തെ അർത്ഥം എടുക്കാം, അവയെ. കോയുടെ അർത്ഥം കൂടെ എഴുതി പഠിച്ചോളണം. കോയുടെ അർത്ഥം ഇക്ക്, ഇന്, യെ. ഇവിടുത്തെ അർത്ഥം അവയെ, അവയെ കാണാൻ വേണ്ടി. ഉനേം ദേക്കിനെ കേലിയെ. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം, കിൻകോ ദേക്കിനെ കേലിയെ, ഏതിനെ കാണാൻ വേണ്ടി? ഉത്തരം ബീർബകൂടിയോങ്കോ ദേക്കിനെ കേലിയെ. വേ ബാരിഷ് കി ഗന്ധ്, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, ബാരിഷ്, ബാരിഷ് മഴ. മഴയുടെ ഗന്ധമുള്ള, മഴ പെയ്യുമ്പോൾ ആ മണ്ണിനൊരു മഴ പെയ്യുമ്പോൾ മണ്ണിനൊരു ഗന്ധമുണ്ടായിരിക്കും. ആ മണ്ണിന്റെ ഗന്ധമുള്ള പൂരി സമീൻ ഭർ. പൂരി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറം. പൂരി, പൂരി എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറാണ്, തവിട്ട് നിറം. പൂരി സമീൻ, സമീൻ അർത്ഥം തറ, നിലം, ഭൂമി എന്നർത്ഥം സമീൻ. അപ്പോൾ ഇവർ ഉനെ ഈ ബീർബകൂടിയോങ്കോ ദേക്കിനെ കേലിയെ, ബീർബകൂടികളെ കാണുന്നതിന് വേണ്ടി. ബാരിഷ് കി ഗന്ധ് ഭരി, മഴയുടെ ഗന്ധം നിറഞ്ഞ, മണ്ണിന്റെ ഗന്ധമുള്ള. പൂരി സമീൻ പർ, തവിട്ട് നിറമുള്ള മണ്ണില്. ബൈറ്റ് ജായ കർത്തേത്തെ, ബൈറ്റിനർത്ഥം ഇരിക്കുക. നിത്യതബോധ ക്രിയയിലാണ് സെൻസ് വരുന്നത്. ബൈറ്റ് ജായ കർത്താഥ, ഇരിക്കാറുണ്ടായിരുന്നു. ഇവർ കഹാം ബൈറ്റ ജായ കർത്താഥ. ഉത്തരം സമീൻ പർ ഖേത്തോമയും ബൈറ്റ ജായ കർത്തേത്തെ, ആ വയലിൽ ഇരിക്കാറുണ്ടായിരുന്നു. ആ പാരഗ്രാഫ് അവസാനിച്ചു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഉനേം ബീർബകൂടിയോം സെ മിൽന ഹോത്താ ഥാ. ഫസ്റ്റ് സെൻസ് ഇങ്ങനെയാണ്, അവർക്ക് ബീർബകൂടികളെ കാണണമായിരുന്നു. ബേലയ്ക്കും സാഗിലിന് ബീർബകൂടികളെ കാണണം. സോ അല്ലെങ്കിൽ ഇസലിയെ വേ സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയ പകലെ, കുറച്ച് സമയത്തിന് മുമ്പ്. നിഗൽ ആത്തേത്തെ, പുറപ്പെട്ടിരുന്നു. കസ്ബേ സെ സഡേ, പട്ടണത്തോട് ചേർന്ന. ഖേത്തോമയും, വയലുകളിൽ. ബീർബകൂടികളെ കോജാ കർത്തേത്തെ, അന്വേഷിക്കാറുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത രണ്ട് സെൻസിലേക്ക് അടുത്ത് തിരിയുന്നു. സുർക്ക്, മുലായം, ഗദ്ബതി, ബീർബകൂടിയ. ഫസ്റ്റ് സെൻസ്. സെക്കൻഡ് സെൻസ് ഇങ്ങനെയാണ്. ധർത്തി പർ ചൽത്തി പൃഥ്വി, കൂൻകി പ്യാരി പ്യാരി ബൂന്ദെ. സുർക്ക് എന്ന് പറഞ്ഞാൽ ചുവന്ന നിറമുള്ള, മുലായം എന്ന് പറഞ്ഞാൽ മൃദുവായ, ഗദ്ബതി എന്ന് പറഞ്ഞാൽ മനോഹരമായ.
അടുത്ത് പറയുന്നു ധർത്തി പേർ, ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ചൾത്തി വൃത്തി, കൂൻകി രക്തത്തിന്റെ തുള്ളിയിലെ നിറമാണ്, കൂൻകി പ്യാരി പ്യാരി ബൂന്ദെ. അവരുടെ ഉൻകെ ബസ്തെ ഉൻകെ പീഡ് पर लदे होते थे അവർ കന്ധേ पर टंगे होते थे. അവരുടെ ബാഗ് അവരുടെ മുതുകിൽ തൂക്കിയിട്ടിരുന്നു, തോളിൽ ചുമന്നിരുന്നു ബാഗ്. അടുത്ത സെൻസ് ഇങ്ങനെ പറയുന്നു, ബേ ബഹുത്ത് നസ്തീഗ്രഹിക്കർ, വളരെ അടുത്തിരുന്നാണ് പറയുന്നത്. ബഹുത്ത് നസ്തീഗ്രഹിക്കർ വീർബകൂടിയോങ്കോ കോജാ കർത്തേക്ക്, വീർബകൂടികളെ അന്വേഷിക്കാറുണ്ടായിരുന്നു. വീർബകൂടിയോങ്കോ ദേഖിനെ കേലിയെ, ഉനെ ദേഖിനെ കേലിയെ എന്ന് പറഞ്ഞാൽ വീർബകൂടിയോങ്കോ ദേഖിനെ കേലിയെ ബാരിഷ് കി ഗന്ധ ഭരി സമീൻ പർ, മഴയുടെ ഗന്ധം നിറഞ്ഞ ആ മണ്ണിൽ വീർബകൂടിയോ കോജിനെ അന്വേഷിക്കാൻ വേണ്ടി, കോജിനെ കേലിയെ ബൈട്ട ജായ കർത്തേത്തെ ഇരിക്കാറുണ്ടായിരുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് തിരിയുന്നു. ഇതുവരെ പഠിച്ചതുപോലെയല്ല, ഇനി എളുപ്പമുള്ള ഭാഗത്തേക്കാണ് വരുന്നത്. അടുത്തൊരു ഭാഗം ഒരു സംഭാഷണമാണ്. ബേലയും സാഹിലും തമ്മിലുള്ള ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. അതിന് ബേല പറയുന്നത്, ഇത് നിങ്ങൾ സംഭാഷണം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സംഭാഷണം ഹിന്ദിയിൽ പറയുന്ന വേർഡ് വാർത്താലാപം എന്നാണ്. ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി എഴുതാൻ കഴിയും. ആ സെന്റൻസുകൾ അടിയിൽ പഠിച്ചുകൊള്ളണം. ഒന്നാമത് ബേല പറയുന്ന സെന്റൻസ് ആണ്. ആദ്യം ബേല പറയുന്നു ദേഖോ, ദേഖോ എന്ന് പറഞ്ഞാൽ നോക്കൂ. ബൈഠോ എന്ന് പറഞ്ഞാൽ ഇരിക്കൂ. ദേഖോ എന്ന് പറഞ്ഞാൽ നോക്കൂ. ഇസ് ബീർബഗൂഡി കാ രംഗ്, ഈ ബീർബഗൂഡിയുടെ രംഗ്, രംഗ് എന്ന് പറഞ്ഞാൽ നിറം, രംഗ് നിറം. बीरबगुड़ी का रंग तुम्हारे रिबन के जैसे लाल है, निंदे रिबन के जैसा, जैसा मीन्स पोले, जैसा पोले लाल है, लाल चुवപ്പ്. സെൻസ് ഒന്നുകൂടെ നോക്കാം. ബേല പറയുന്ന സെൻസ് ഇങ്ങനെയാണ്, ദേഖോ നോക്കൂ. ദേഖോ സാഹിൽ ഇസ് ബീർബഗുഡി കാ രംഗ്, ഈ ബീർബഗുഡിയുടെ നിറം തുമാരെ റിബൺ കെ ജൈസെ, നിന്റെ റിബൺ പോലെ, നിന്റെ എന്ന് ഉദ്ദേശിക്കുന്നത് ബേലയുടെ, ബേല കെ റിബൺ കെ ജൈസെ, റിബൺ പോലെ, ലാൽ ഹെ ചുവപ്പാണ്. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു തുമ്നെ കുച്ച് സുനാ ബേല, അവിടെ ചോദിക്കുന്നതാണ് സാഹിൽ, തുമ്നെ കുച്ച് സുന ബേല. സുന എന്ന് പറഞ്ഞാൽ കേട്ടു, സുന എന്ന് പറഞ്ഞാൽ കേട്ടു എന്നർത്ഥം. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇങ്ങനെ ചോദിക്കുന്നു, തുമ്നെ കുച്ച് സുന ബേല, നീ എന്തെങ്കിലും കേട്ടോ? ക്വസ്റ്റ്യൻ ആണ്, ചോദ്യമാണ്, ക്വസ്റ്റ്യൻ. കേട്ടുവോ? തുമ്നെ കുച്ച് സുന ബേല, നീ വല്ലതും കേട്ടുവോ ബേല? ബേല മറുപടി പറയുന്നു ഹാം, ഹാം അർത്ഥം അതെ, സുന കേട്ടു, ഹാം സുന അതെ, സിമ്പിൾ ആണ്. ഹാം അർത്ഥം അതെ, യെസ് ഇംഗ്ലീഷിലെ ഹാം അതെ, സുന കേട്ടു, സുന കേട്ടോ നോക്കിയോ അവൾ, ഇവൻ ഉദ്ദേശിച്ചല്ലതാ കേട്ടോ കേൾക്കുന്നത്. പകലി കണ്ടി ലഗൈ ഹെ, അവൾ കേട്ടതാണ് പകലി കണ്ടി ലഗൈ ഹെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു. പകലി കണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മണി, ആദ്യത്തെ ബെൽ, സ്കൂളിലെ ആദ്യത്തെ ബെൽ അടിച്ചിരിക്കുന്നു എന്നാണ്. പകലി കണ്ടി ലഗൈ ഹെ, പകലി കണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബെൽ, ഫസ്റ്റ് ബെൽ. പകലി കണ്ടി ലഗൈ ഹെ. അടുത്തത് സാഹിൽ പറയുന്ന മറുപടിയാണ് ലേക്കിൻ, ലേക്കിൻ അർത്ഥം എന്നാൽ, ലേക്കിൻ എന്നാൽ, എന്നാൽ
എന്നാൽ മുച്ചേ, മുച്ചേ പ്രധാന വേടാണ് മുച്ചേ. മൈം എന്ന സർവനാമവും കോ എന്ന പ്രത്യയവും ചേരുമ്പോൾ മുച്ചേ എന്ന് വരും. മൈം പ്ലസ് കോ, മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ എന്നാണ് അർത്ഥം. എനിക്ക്, എന്നെ. വേറെ ഒന്നുകൂടെ എഴുതാം. തുച്ചേ, തു പ്ലസ് കോ, നിനക്ക്, നിന്നെ. രണ്ടുപേരും ഒരിക്കൽ കൂടെ മുച്ചേ, മൈം പ്ലസ് കോ, മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ. എനിക്ക്, എന്നെ, തു പ്ലസ് കോ, തുച്ചുക്കോ അല്ലെങ്കിൽ തുച്ചേ, നിനക്ക്, നിന്നെ. ഒരിക്കൽ കൂടെ മൈം പ്ലസ് കോ, മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ, എനിക്ക്, എന്നെ, തു പ്ലസ് കോ, തുച്ചുക്കോ അല്ലെങ്കിൽ തുച്ചേ, നിനക്ക്, നിന്നെ. അപ്പോൾ എനിക്ക് പെന്മയും, പേനയിൽ, പെൻ എന്ന് പറഞ്ഞാൽ പേന, പെന്മയും, സ്യാഗി, സ്യാഗി എന്ന് പറഞ്ഞാൽ മഷി, സ്യാഗി, മഷി. ഫർവാനീഹെ, ഫർന പഠിച്ചിട്ടുള്ള വാക്കാണ് നിറയുക. ഫർവാനീഹെ എന്ന് പറഞ്ഞാൽ നിറയ്ക്കണം, ഫർവാന നിറയ്ക്കുക, ഫർവാനീഹെ. നിറയ്ക്കണം, ഫർവാനീഹെ. ലേക്കിൻ മുച്ചേ, സാഗി പറഞ്ഞ മറുപടിയാണ്. എന്നാൽ എനിക്ക്, ലേക്കിൻ മുച്ചേ പെന്മയും പേനയിൽ, സ്യാഗി ഫർവാനീഹെ മഷി നിറയ്ക്കണം. അപ്പോൾ ഇവന്റെ പേനയിൽ ഇപ്പോൾ മഷിയില്ല, ആ പേന മഷി നിറയ്ക്കണമെന്നാണ് ഇവന്റെ ആഗ്രഹം. അപ്പോൾ അത് ബേലയോട് പറയുന്നത് ഫസ്റ്റ് ബേൽ അടിക്കാൻ സമയമായി. എവിടെ നിന്നറിയാമോ? ദൂക്കാൻ സേ, ദൂക്കാൻ എന്ന് പറഞ്ഞാൽ കട. ദൂക്കാൻ കട. കടയിൽ നിന്ന് അവൻ പെന്മയും സ്യാഗി ഫർവാനിഹെ പേനയിൽ മഷി നിറയ്ക്കണമായിരുന്നു. ഇത് ബേലയോട് സാഹിൽ പറയുന്നതാണ്. ആ കോൺവെർസേഷൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ബേല പറയുന്നു, ദേക്കോ സാഹിൽ, നോക്കൂ സാഹിൽ, ഇസ് ബീർബകൂടി കാ രംഗ് തുമാരെ റിബൺ ജൈസ ലാൽ ഹെ, നിന്റെ റിബൺ പോലെ ചുവപ്പാണ്. സാഹിൽ ചോദിക്കുന്നു, തുമ്നെ കുച്ച് സുനാ ബേല, തുമ്നെ കുച്ച് സുനാ ബേല, സുന അർത്ഥം പഠിച്ചു, കേട്ടു. സുനാ ബേല ക്വസ്റ്റ്യൻ ആണെങ്കിൽ കേട്ടുവോ, നീ വല്ലത് കേട്ടുവോ? അപ്പോൾ ബേല പറയുന്ന മറുപടി ഹാ, അതെ, സുന കേട്ടു. പകലി കണ്ടി, അവൾ കേട്ട കാര്യം ഇതാണ്, പകലി കണ്ടി ലഗയി ഹെ, ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു, സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുകയാണ്. ലേക്കിൻ അടുത്ത് പറയുന്ന മറുപടി, എന്നാൽ മുച്ചേ എനിക്ക് പെന്മയും സ്യാഗി ഫർവാനിഹെ മഷി നിറയ്ക്കണം, സ്യാഗി ഫർവാനിഹെ മഷി നിറയ്ക്കണം. ദൂക്കാൻസെ കടയിൽ നിന്ന്. പണ്ട് കാലങ്ങളിൽ കടകളിൽ പോയി പേനകളിൽ മഷി നിറയ്ക്കുക അതുണ്ടായിരുന്നു. പിന്നെ ചെറിയ പ്രായത്തിലൊക്കെ കടകളിൽ പോയി വലിയ പേന കൊണ്ടുപോകും, അവിടെ പേന മഷി കടക്കാരൻ നിറച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ നിറയ്ക്കണമായിരുന്നു. ഇവൻ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. അവിടെ ആ സമയത്ത് അവൻ വീർബകൂടികളെ അന്വേഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബെൽ അടിച്ചപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, പേനയിൽ മഷി നിറച്ചിട്ടില്ല. അങ്ങനെ പേനയിൽ മഷി നിറയ്ക്കണമെന്ന് വേലയോട് പറയുന്നു. അങ്ങനെ അതിനായി ഒരുങ്ങുന്നു. അങ്ങനെ ഈ ഭാഗം ഇവിടെ അവസാനിച്ചു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഹിന്ദി ക്ലാസ് നമ്മൾ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങൾ സാറ് പറഞ്ഞ അർത്ഥമൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.